വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷിനാഷോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ അമ്പലമാണല്ലേ. നമ്മൾ ആദ്യം നമ്മുടെ സന്തോഷമായാലും സങ്കടമായാലും തുറന്ന് പറയണത് നമ്മുടെ ദൈവങ്ങളോടാണ്. അപ്പോൾ ഞങ്ങളിന്ന് എടത്തോടത്ത് അമ്പലത്തേക്കാണ് കേട്ടോ പോണത്. അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള അമ്പലമാണ്. തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പം ഏട്ടൻ, അമ്മ, വല്യമ്മ, കാശിക്കുട്ടൻ, ഞാൻ കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് സ്വാമിമാർ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കെട്ട് നിറച്ച് പോവുകയാണ് കേട്ടോ. കെട്ട് നിറച്ചെന്ന് പറഞ്ഞാൽ അവർ ഇനിയിപ്പോൾ കഴിച്ചിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ ഈ സ്വാമിമാർ കെട്ട് നിറച്ച് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ നട അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം തന്നെ തൊഴുതു കേട്ടോ. അത് തൊഴുത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് നട അടച്ചിട്ടുള്ളത്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. വേഗം നല്ലപോലെ തൊഴാനും പറ്റി. അത് കഴിഞ്ഞിട്ടാണ് അടച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തൊഴാൻ പറ്റാതെ അടച്ചു പോകുമ്പോൾ ഉള്ളിലൊരു സങ്കടമാണ്. ദൈവങ്ങളെ കാണാൻ പറ്റാതിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ അത്രയും ആഗ്രഹിച്ച് പോവുകയല്ലേ. അപ്പം പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ചെറിയ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അന്നദാനം ഒരു 11:15 ആകുമ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ മലയ്ക്ക് പോയി വന്ന പ്രസാദം കൊടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പോയത് ചെറിയ നാത്തൂൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ദീലുണ്ട്, അവിടെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാശിക്കുട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, വണ്ടി കണ്ട അവന് പ്രാന്താണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ 5 ചേച്ചീനെ കൂട്ടി നേരെ പിന്നെ മാമരോടേക്കാണ് പോണത് കേട്ടോ. അവിടെയും കൊടുക്കാനുണ്ടായിരുന്നു പ്രസാദം. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നു സംസാരിച്ചു. പിന്നെ സമയമൊക്കെ ആയിട്ടോ അമ്പലത്തേക്ക് പോകാനുള്ള അന്നദാനം കഴിക്കാനുള്ള സമയം 11:15 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി. അമ്പലത്തിലല്ല കേട്ടോ, അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട്. ശ്രീകൃഷ്ണ ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അന്നദാനമൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ നല്ല ചോറും സാമ്പാറും അവിയൽ, അച്ചാർ, ഓലന്, ഉപ്പേരി, നല്ല പാൽപ്പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അരിയുടെ പാൽപ്പായസമായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാശിക്കുട്ടനൊക്കെ 2 ഗ്ലാസ് പാൽപ്പായസം കുടിച്ചു. അവൻ പായസത്തിൻ്റെ ആളാണല്ലോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.